വെൽക്കം ടു വാദസ്മി കിച്ചൻ. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു എങ്സ് കാണാൻ അൽഹംദുലില്ലാ. അപ്പോൾ ലോങ് ടൈം നോ സീ അല്ലേ. സോറി ഗൈസ്, കുറച്ച് ബിസി ആയിപ്പോയി. എൻ്റെ സ്കൂളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഒരു എക്സാം കഴിയുമ്പോൾ അടുത്ത എക്സാം കഴിയുമ്പോൾ അടുത്ത എക്സാം, അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഫുള്ളി ഫ്രീ ആണ് കേട്ടോ. എൻ്റെ സ്കൂൾ ലൈഫ് തന്നെ കഴിഞ്ഞ് അപ്പോൾ ഇനി ഫുള്ളി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ് എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി. ഇനി എനിക്ക് കുറച്ച് വിശപ്പ് കൂടുതലായത് കൊണ്ടും ഓക്കെ, എനിക്ക് ഉണ്ടാക്കി തിന്നൽ വളരെ ഇഷ്ടമായത് കൊണ്ടും ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കൽ തന്നെയാണ് എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി. അപ്പോൾ നോമ്പൊക്കെ കഴിച്ച് നമ്മളെ വക ഒരു ഇഫ്താർ റെസിപ്പി ഇല്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, അല്ല ഇഫ്താർ സ്നാക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചീസി ക്രീമി ചിക്കൻ ക്രോക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. അതിനകത്ത് ഓൾ തന്നെ അടിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളുടെ ക്രീമിയും ചീസിയും ചിക്കൻ ക്രോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പാൻ എടുക്കുക, അത് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അത് മെൽറ്റായി വരുമ്പോൾ നമുക്കൊരു സവാള കുഞ്ഞാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ള പേസ്റ്റിന് വേണ്ടിയിട്ട്. ട്രാൻസ്പെറൻറ്റ് കളറാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ആട്ട ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ആട്ട ഇട്ട് കൊടുക്കുന്നത്, മൈദ തീർന്നു പോയി, ഞാൻ മേടിക്കാൻ പോയി. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് പറ്റാവുന്ന അത്ര യോജിപ്പിച്ചെടുക്കുക. ബിക്കോസ് നമ്മൾ പുറകിൽ സാധനം ഒഴിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോഴും നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഇത് ഒന്ന് ഇച്ചിരി നമ്മൾ കട്ടി പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി ഇരിക്കുക. അതിൽ അടി പിടിക്കും. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മളാണെങ്കിൽ നമ്മുടെ ചിക്കൻ പുറകിലിടുന്നതാണ്. ചിക്കൻ നമ്മളെപ്പോഴും ഉപ്പും ഒക്കെ ഇട്ടിട്ടല്ല വേവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം കട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആസ് യു കെൻ സീ, താഴത്തോട്ട് തന്നെ വീഴുന്നില്ല മര്യാദക്ക്. അപ്പോൾ നല്ലോണം കട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം കുരുമുളക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്കിനി മാവിനുള്ള പരിപാടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് 1 കപ്പ് ഓഫ് ആട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ചപ്പാത്തിക്കൊക്കെ തന്നെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് തിരുമ്മി എടുക്കുക ഫസ്റ്റ്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. പരത്തിടുക നമുക്ക്.
അപ്പോൾ നമുക്ക് പരത്തി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പകുതിയാക്കി മുറിക്കാൻ പോവുകയാണ് ഗായ്സ്. എനിക്ക് പേടിയാണ് മുറിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗായ്സ്, ഓ ഭയങ്കര പകുതി ആയിപ്പോട്ടെ, ഒന്നും നോക്കല്ല. അതെ, അപ്പോൾ നമ്മൾ പരത്തിയില്ലേ, നമ്മൾ എന്താ ബോൾസ് വെച്ചിട്ട് പരത്തിയതിൻ്റെ സർക്കിൾ എടുത്തിട്ട് നമ്മളതിൻ്റെ പകുതി എടുത്തു. ഓക്കെ, എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഇവിടെ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി മാത്രമുണ്ട്. ഇത് പൊരിച്ചതിന് ഇതൊന്നും കാണാനൊന്നും പോകുന്നില്ല. എന്നാലും നമ്മളൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കുറച്ചധികം തൃപ്തി നോക്കുന്ന ഒരാളായത് കൊണ്ട്, ഇത് എക്സസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. അത് കണ്ടെങ്കിൽ കുറേ എഡ്ജാവും, അതിൽ ഭയങ്കര എഡ്ജാവും. ഓക്കെ, നമ്മളെ കുട്ടാപ്പീനെ നല്ലോണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് പൊരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊരിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമ്മൾ കളറൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഒരു സ്റ്റെപ്പ് പോലും തിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ തന്നെ കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചീസി ചിക്കൻ ക്രോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ്. അപ്പോൾ അടുത്ത കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.